This is Kawasaki KLX 230 RS എന്ന് പറഞ്ഞൊരു മോട്ടോർസൈക്കിളാണ്. കംപ്ലീറ്റ് റേസ് സ്പെക് മോട്ടോർസൈക്കിളാണ്. കംപ്ലീറ്റ് ഇല്ലീഗൽ മോട്ടോർസൈക്കിളാണ്. റോഡിൽ ഇത് ഓടിക്കാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം നമുക്ക് പുതിയൊരു വണ്ടിയുടെ പിക്ചേഴ്സ് ഒക്കെ കാരണം സ്പൈ ഷോട്ട്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വിച്ച് ഇസ് ആക്ച്വലി KLS 230S. അതൊരു റോഡ് സ്പെക്കിൽ ഇറക്കിയേക്കുന്ന വണ്ടിയാണ്. അതിനകത്ത് കുറേ കാര്യങ്ങളും ഇതെല്ലാം വരുന്നുണ്ട്. എന്താണെങ്കിലും KLX 230 RS നമുക്ക് ട്രാക്കിൽ ഓടിക്കാൻ അവസരം തന്ന കവാസക്കി കൊച്ചിക്ക് വലിയൊരു താങ്ക്സ്. ആൻഡ് ഹൗ ഡു യു ഫീൽ അബൌട്ട് ദ മോട്ടോർസൈക്കിൾ ഇർഫാൻ? ഞാൻ KLX ഓടിച്ചിരുന്നു, ഇപ്പോൾ ട്രാക്കിൽ KX ഓടിച്ചിരുന്നു. KX എന്ന് പറയുന്നത് ഒരു പ്യുവർ റേസ് റെഡി ആയിട്ടുള്ള ഒരു ബൈക്കാണ്. KLX എന്ന് പറയുന്നത് ഒരു എൻഡ്യൂറോ ബൈക്ക്, അതായത് ഒരു ട്രയൽ റൈഡിങ്ങിന് ഒരു ഫണ്ണായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിൾ വളരെയേറെ കുറവാണ്. അപ്പോൾ നമ്മളിപ്പോൾ റീസെന്റ് കണ്ട ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും അതും ഇതും വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു മോട്ടോർ സൈക്കിൾ, അതായത് എർഗണോമിക്സും സസ്പെൻഷൻ എങ്ങനെ നോക്കിയാലും മേ ബി ഈ ഒരു മോട്ടോർ സൈക്കിൾ തന്നെ ആയിരിക്കും കുറച്ച് ചേഞ്ചസോടുകൂടി വരാൻ പോണത്. എന്താണേലും മോട്ടോർ സൈക്കിൾ വരുവാണെന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ ഇതുവരെ ഒരു ഇവന്റ് പോലും നടത്താത്ത കവാസാക്കി ഇങ്ങനെ ഒരു ഓഫ് റോഡ് ഇവന്റ് ഇവിടെ കേരളത്തിൽ ഫസ്റ്റ് ടൈം ആണ്. കേരളത്തിലല്ല, ഇന്ത്യയിൽ ഇപ്പോൾ റീസെന്റ് മുംബൈയിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ എത്തി. അപ്പം എനിക്ക് തോന്നുന്നു ആ ഓഫ് റോഡ് എന്തൂസിയാസ്റ്റുകളുടെ ഒരു വൈബൊക്കെ അറിയാൻ വേണ്ടിയായിരിക്കും കൊണ്ടുവരുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഇല്ലീഗലാണ്. ഇതിനകത്ത് ABS അങ്ങനെ ട്രാക്ഷൻ കൺട്രോളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് നമുക്ക് റോഡ് സ്പെക്കിലേക്ക് വരുമ്പം എഞ്ചിൻ സൈഡൊക്കെ വേറെ എഞ്ചിൻ ആവാനാണ് ചാൻസ്. കാരണം ഇതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ആ വണ്ടി ഒരു 2.5 lakhs ഉള്ളിൽ വരുവാണെങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ക്യാച്ച് അപ്പ് ദ മാർക്കറ്റ് എന്നുള്ള ഫീലാണ് തോന്നുന്നത്. എന്താണേലും നോക്കാം അല്ലേ, വെയിറ്റ് ചെയ്യാം.